നിങ്ങളുടെ കഴിവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തിയെ ഇല്ലാതാക്കുന്ന, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലും നിങ്ങളിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരോടും അകാരണമായി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേതെങ്കിൽ, നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ വളരെയധികം പേടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കെങ്കിൽ, നിങ്ങൾ മൂഡ് ചേഞ്ച് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അത് നിങ്ങളുടെ വർക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ, വർക്ക് പൊട്ടൻഷ്യലിനെ തന്നെ വളരെയധികം ബാധിക്കും. അപ്പോൾ ലൈഫിൽ നിന്ന് മൂഡ് സ്വിങ്സ് ഒഴിവാക്കാൻ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിൽ ഏറ്റവും പ്രധാനം, എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം, അല്ലാതെ നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോളിലാവരുത് നിങ്ങൾ. അത് എപ്പോഴും ചിന്തിക്കുക. നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു സെൽഫ് കൺട്രോൾ വേണം. ഇനി ഒരിക്കലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂഡ് സ്വിങ്സ് ആണെങ്കിൽ ആ സമയം അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ വരുമ്പോൾ മനഃപൂർവ്വം നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ എൻഗേജ്ഡ് ആവുക, ബിസി ആവുക, ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് എന്തെങ്കിലും കേൾക്കുക, അതല്ലെങ്കിൽ ഇഷ്ടമുള്ളത് വായിക്കുക. എല്ലാ ദിവസവും ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വീടിന് പുറത്ത് സ്പെൻഡ് ചെയ്യുക. മോർണിംഗ് വാക്കോ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും പ്രകൃതിയായിട്ട് ഒരു 10-15 മിനിറ്റ് ഗാർഡനിലോ അല്ലെങ്കിൽ ചെടികൾ നനയ്ക്കാനോ ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ നമ്മുടെ മനസ്സിനെ വളരെയധികം റിഫ്രഷ് ആക്കും. ഇനി ഒരു കാര്യം പറയട്ടെ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥന അത് ശീലമാക്കുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുക. ഇനി സെൽഫ് ലവ്, സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് കെയർ ഇതൊക്കെ ശീലമാക്കുക. നല്ല ഹാപ്പി ആയിട്ട്, നല്ല കാമായിട്ട് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. മറ്റൊരാൾക്കും നിങ്ങളെ ഹാപ്പി ആക്കി തരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. തിരിച്ചത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. ഐ ആം ബെസ്റ്റ് അല്ലെങ്കിൽ ഐ ആം ഗുഡ്, ഐ ആം കാം, ഇങ്ങനെ പറയാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ വീഡിയോ കാണുക.